എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ചെയ്യുന്നത്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് മെയിൻറ്റെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നത് രണ്ട് കാറ്റഗറി ആളുകളാണ്. ഫസ്റ്റ് വൺ ഐഡിയൽ വെയിറ്റ് ഉള്ള വ്യക്തികളായിരിക്കും, എന്നാൽ അവരുടെ ശരീരത്തിലെ ഫാറ്റിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. ഫാറ്റിൻ്റെ ലെവലിന് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നത്. സെക്കൻഡ് വൺ വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ. വെയിറ്റ് ലോസ് ചെയ്ത് ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ വെയിറ്റിനെ കൂടാതിരിക്കാനായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലുള്ള വ്യക്തികളാണ് നോർമലി വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നത്. ഇന്നിവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വെയിറ്റ് ലോസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൃത്യമായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ എത്ര കിലോ വെയിറ്റ് ആണോ കുറച്ചത് ആ കുറച്ച വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു, അപ്പോൾ ഏത് സമയത്താണ് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിന് കൃത്യമായിട്ട് ടൈം ഉണ്ട്. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് മാത്രം കുറഞ്ഞാൽ പോരാ, നമ്മുടെ വെയിറ്റ്, ഫാറ്റ്, BMI ഈ മൂന്ന് കാര്യങ്ങളും കുറഞ്ഞാൽ മാത്രമാണ് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എല്ലാ വ്യക്തികൾക്കും വെയിറ്റ്, ഫാറ്റ്, BMI ഇതെല്ലാം കൃത്യമായിട്ട് ഒരേ ടൈമിൽ തന്നെ കുറയുന്നത് വളരെ കുറവ് മാത്രമായിട്ടാണ് കണ്ടുവരുന്നത്. നോർമൽ കേസിൽ നിങ്ങൾക്ക് വെയിറ്റ്, ഫാറ്റ്, BMI ഇതെല്ലാം കൃത്യമായിട്ട് ഒരേ അളവിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അളവ് കുറഞ്ഞതിന് ശേഷം വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന. നിങ്ങൾ എത്ര നാൾ കൊണ്ടാണോ വെയിറ്റ് ലോസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ വെയിറ്റ്, ഫാറ്റ്, BMI ഇതെല്ലാം കൃത്യ അളവിലാക്കിയത് അത്രയും നാൾ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിനിങ് പ്രോഗ്രാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് 10 കിലോഗ്രാം ആണ് വെയിറ്റ് കുറയ്ക്കാനുള്ളെങ്കിൽ നിങ്ങൾ 2 മാസം കൊണ്ട് കുറച്ചെന്ന് വിചാരിക്കുക. 2 മാസം കൊണ്ട് നിങ്ങളുടെ വെയിറ്റ്, ഫാറ്റ്, BMI ഇതെല്ലാം കൃത്യമായിട്ട് 2 മാസത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് മന്ത് മുതൽ, അതായത് 3ാമത്തെ മാസം മുതൽ വെയിറ്റ് മെയിൻറ്റെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വെയിറ്റ് കുറച്ച വ്യക്തികൾ എത്ര നാൾ കൊണ്ടാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 മാസം കൊണ്ടാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത്, അതുപോലെ തന്നെ 2 മാസം വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വെയിറ്റ് മെയിൻറ്റെയിൻ ടൈമിൽ കൃത്യമായിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ഫുഡ് യൂസ് ചെയ്യുക. ലഞ്ചും ഡിന്നറും നോർമൽ ഫുഡ് മാത്രം യൂസ് ചെയ്യുക. 1 ടൈം ന്യൂട്രീഷൻ ഫോളോ ചെയ്തിട്ടാണ് വെയിറ്റ്, ഫാറ്റ്, BMI ഇതെല്ലാം കൃത്യമായിട്ടുള്ള വ്യക്തികൾ വെയിറ്റ് മെയിൻറ്റെയിനിങ് പ്രോഗ്രാം ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് മെയിൻറ്റെയിൻ ടൈമിൽ നിങ്ങളുടെ വെയിറ്റ് വീണ്ടും കുറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് കുറയാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഡയറ്റ് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ഐഡിയൽ വെയിറ്റിനേക്കാളും താഴ്ത്തോട്ട് പോകാതിരിക്കത്തുള്ളൂ. ഇതുപോലെയാണ് നോർമൽ കണ്ടീഷനിൽ വെയിറ്റ്, ഫാറ്റ്, BMI ഇതെല്ലാം കൃത്യമായിട്ട് ഒരേ അളവിൽ കുറഞ്ഞ് നോർമൽ എത്തിയ വ്യക്തികൾ ഫോളോ ചെയ്യേണ്ട വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം. നെക്സ്റ്റ് വെയിറ്റ് മെയിൻറ്റെയിനിങ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇവർക്ക് വെയിറ്റ് നോർമൽ എത്തിയിട്ടുണ്ടായിരിക്കും, എന്നാൽ ശരീരത്തിലെ ഫാറ്റിൻ്റെ ലെവലും അതുപോലെ തന്നെ BMI ലെവലും നോർമൽ എത്തിയിട്ടുണ്ടായിരിക്കത്തില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ എങ്ങനെയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ഫോളോ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത്. ഈ ഒരു കാറ്റഗറിയിലുള്ള വ്യക്തികൾ വെയിറ്റ് മെയിൻറ്റെയിൻ ടൈമിൽ അവരുടെ ഫാറ്റ് ലോസിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഫാറ്റ് ലോസ് പ്ലസ് BMI ലോസ്. ഫാറ്റ് ലോസ് കൃത്യമായിട്ട് നടക്കാനായിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ തന്നെ നിരവധി പ്രോഡക്ട്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് മെയിൻറ്റെയിൻ ടൈമിൽ ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് BMI ആണ് ഫോക്കസ് ചെയ്ത് കുറയ്ക്കേണ്ടത്. BMI കുറയ്ക്കാനായിട്ട് കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട വർക്കൗട്ടുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വർക്കൗട്ട് കൃത്യമായിട്ട് കൊടുക്കുക, ഡയറ്റുകൾ കൃത്യമായിട്ട് കൊടുക്കുക. ഈ രണ്ട് മെത്തേഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ BMI നോർമൽ എത്താൻ സാധിക്കത്തുള്ളൂ. ഈ ടൈമിൽ നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂട്രീഷൻ ഫുഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫാറ്റിനെ കുറയ്ക്കാണ്ട് BMI കുറയ്ക്കാണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സുകൾ ഏത് സമയത്താണോ യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മോർണിംഗിൽ മാത്രം ഉപയോഗിക്കാതിരിക്കുക. ഏത് ടൈമിലാണ് നിങ്ങളുടെ കോച്ച് യൂസ് ചെയ്യാൻ പറയുന്നത് ആ ടൈമിലെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലഞ്ച്, ഡിന്നർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് നോർമലി ഫാറ്റ് കുറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ BMI ലോസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാറ്റ് കുറയാനും അതുപോലെ തന്നെ BMI കുറയാനും വേണ്ടിയിട്ടുള്ള ഡയറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഫാറ്റിനെ ലോസ് ചെയ്യാനും അതുപോലെ തന്നെ BMI ലോസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് നിങ്ങളുടെ വെയിറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാറ്റ്, BMI ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എത്രയാണോ വേണ്ടത് ആ ഒരളവിൽ എത്തിയതിന് ശേഷം നിങ്ങൾ 1 ടൈം ന്യൂട്രീഷൻ എടുത്ത് കൃത്യമായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ഫോളോ ചെയ്യുക. എല്ലാ അളവുകളും നോർമൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറിയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ഫോളോ ചെയ്യുക. എത്ര നാൾ കൊണ്ടാണോ നിങ്ങൾക്ക് ഈ അളവുകളെല്ലാം നോർമൽ എത്തിക്കാൻ സാധിച്ചത് അത്രയും കാലം വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ഫോളോ ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് വെയിറ്റ് കൂടാതിരിക്കത്തുള്ളൂ. പ്രത്യേകം പറയുന്നു, വെയിറ്റ് ലോസ് ചെയ്താലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഡയറ്റ്, അതായത് നിങ്ങൾ വലിച്ചു വാരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ശരീരഭാരം കൂടുന്നതാണ്. കാരണം നമ്മുടെ ബോഡിയാണ് കൂടുതൽ കാലറി ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടിയിരിക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിനിന് ശേഷം നിങ്ങളുടെ ഡയറ്റ് ഒരു 50% കൃത്യമായിട്ട് പാലിച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക.
ഈ ഒരു മെത്തേഡിൽ ക്രമീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ലൈഫ് ലോങ് കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. വെയിറ്റ് മെയിൻറ്റെയിനിങ് പ്രോഗ്രാം എന്നത് ഡീപ്പായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം എല്ലാവരും വെയിറ്റ് മെയിൻറ്റെയിനിങ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് വെയിറ്റിനെ ലൈഫ് ലോങ് കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നിരവധി സ്ട്രഗിൾസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നോർമൽ വെയിറ്റ് എത്തിയിട്ട് നിങ്ങൾക്ക് ഫാറ്റ് BMI കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാറ്റും BMI കുറയ്ക്കുന്ന ടൈമിൽ നമ്മുടെ വെയിറ്റ് വീണ്ടും കുറയാനായിട്ട് ചാൻസ് വരും. അങ്ങനെയുള്ള ടൈമിൽ നിങ്ങളുടെ കോച്ചിന്റെ കറക്റ്റായിട്ട് മോണിറ്ററിംഗ് വന്നാൽ മാത്രമാണ് വെയിറ്റ് കുറയാതെ ഫാറ്റിനെ കുറയ്ക്കാനും BMI കുറയ്ക്കാനും സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കൊരു ഐഡിയൽ വെയിറ്റ് എത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ പറയും ഒരുപാട് ക്ഷീണിച്ചു, പട്ടിണി കിടന്നു, അതിൽ ഷുഗർ പിടിച്ചു, ഇങ്ങനെ പല പല കാര്യങ്ങളും ചോദിക്കും. ഇതൊക്കെ ഓരോ ആളുകളും ചോദിക്കുന്നത് നമ്മുടെ അപ്പിയറൻസ് കണ്ടതിന് ശേഷം മാത്രമാണ്. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം കേട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാതെ, വെയിറ്റ് മെയിൻറ്റെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാതെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നിർത്താതിരിക്കുക. ഇതുപോലെ ഇടയിൽ വെച്ച് നിങ്ങൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കിലോ വെയിറ്റ് ആണ് കുറച്ചത് അതിലും വേഗത്തിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെയിറ്റ് ശരീരത്തിൽ ഗെയിൻ ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. അപ്പിയറൻസിലെ മാറ്റങ്ങളെല്ലാം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക. വെയിറ്റ് മെയിൻറ്റെയിനിങ്ങിന് ശേഷം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം കൺസേൺ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺ ടൈം ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ആ ടൈമിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. കൃത്യമായിട്ട് ഡയറ്റുകൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ട്, ഹെർബാലൈഫ് ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട്, ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുത്താൽ തീർച്ചയായും നമുക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് കമന്റ് ബോക്സ് മെൻഷൻ ചെയ്താൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ഒരു ഹോസ്പിറ്റൽസിലായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.